رضي الله عنه في سفر فأصابنا رعد وبرق ومطر. സ്വഹാബികൾ പറയാം, ഞങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ഒരു യാത്രയിലാണ്. ഫഅസാബനാ റഅദുൻ വബർഖുൻ വമطر. നല്ല മഴയും കാറ്റും കോളും ഇടിയും മിന്നലും എല്ലാം വന്നു. ഫഖാല ലനാ കഅബുൽ അഹ്ബാർ. ഫകഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ റഅദ, ആരെങ്കിലും ഇടിനാദം കേൾക്കുന്ന സമയത്ത് ചൊല്ലിയാൽ സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി എന്ന ദിക്ർ ആരെങ്കിലും സലാസൻ 3 തവണ ചൊല്ലിയാൽ ഉഫിയ മിമ്മാ യകൂനു ഫീ ദാലിക റഅദ, ആ ഇടിനാദത്തിൽ ആ ഇടിമിന്നലിൽ ഉണ്ടാകാൻ പോകുന്ന സർവ്വ പ്രത്യാഘാതങ്ങളിൽ നിന്നും അയാൾ സംരക്ഷിക്കപ്പെടും എന്ന് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. ഇന്നലെ കണ്ടില്ലേ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ മഴയില്ലെങ്കിൽ മഴയില്ലാത്തൊരു പരീക്ഷണമായി, വരുന്ന അവസരത്തിൽ പ്രളയമായി മാറും. വല്ല ഇടിയും മിന്നലും വന്നാലും മരണം, കാറ്റ് വന്നാൽ ഇതൊക്കെ എല്ലാം ഒരു വിപത്തായി വരുന്നത് പോലെ അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ, എല്ലാം റഹ്മത്താക്കി തരുമാറാവട്ടെ. അപ്പൊ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം, ഇങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ ആ പ്രത്യാഘാതം, ആ മിന്നൽ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള പ്രത്യാഘാതത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയാണ്. പിന്നെ ആ യാത്രയിൽ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, വലിയൊരു സംഘം പോവുകയാണ് അവർ. അപ്പൊ അവരെ അടുക്ക വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അപ്പോ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, ആ മഴയിൽ ആലിപ്പഴം വീണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിന് ക്ഷതം സംഭവിച്ചിരുന്നു. ഖുൽതു മാ ഹാദാ, അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത്? ഫഖാൽ, അവിടെ നിന്ന് പറഞ്ഞു, ബുർദത്തുൻ അസാബത അൻഫി ഫഅഥറത് ഫിയ, എൻ്റെ മൂക്കിന് ഒരു ആലിപ്പഴം വീണിട്ട് വലിയ ഒരു മുറിവേറ്റ് പോയതാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന കഅബൻ ഖാല കദാ വകദാ, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞല്ലോ, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി എന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അയാൾക്ക് രക്ഷയുണ്ട് എന്ന് ഞങ്ങളോട് പറയുകയും ഫഖുൽനാ വഅഫീന, ഞങ്ങളെല്ലാം അത് പറയുകയും ഞങ്ങൾക്കൊക്കെ രക്ഷ കിട്ടുകയും ചെയ്തല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, ഫഹല്ല അഅലംതുമുനാ ഹത്താ നഖൂല, നിങ്ങൾക്ക് അറിഞ്ഞ ഒരു അറിവ് ഞങ്ങൾക്കും പറഞ്ഞു തന്നുണ്ടായിരുന്നു. എനിക്കും അത് കിട്ടിയിരുന്നെങ്കിൽ, ഞാനും അത് ചൊല്ലിയിരുന്നെങ്കിൽ എനിക്കും അതിൽ നിന്ന് രക്ഷ കിട്ടുമായിരുന്നില്ലേ എന്ന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇടിമിന്നലൊക്കെ ഏൽക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. അത് ഖുർആനിലെ ഒരു ആയത്തിന്റെ ഭാഗം കൂടെ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അന്നഹു കാന ഇദാ സമിഅ റഅദ തറകൽ ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു തങ്ങൾ, സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇടിമിന്നലേൽക്കുന്ന സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ സംസാരം നിർത്തുകയും വഖാൽ എന്നിട്ട് പറയും സുബ്ഹാനല്ലദി, അവിടെ അങ്ങനെയാണ് റിപ്പോർട്ട്, സുബ്ഹാനല്ലദി യുസബ്ബിഹു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി എന്ന ദിക്ർ ചൊല്ലുമായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയും, ഇന്ന ഹാദാ ലവഈദുൽ ലിഅഹ്ലിൽ അർളി ശദീദ്, ഇത് ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് കഠോരമായ ഒരു മുന്നറിയിപ്പാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇടിമിന്നലേൽക്കുന്ന സമയത്ത് അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മെ ഏൽക്കാതിരിക്കാനുള്ള ദിക്റാണ് സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. സുബ്ഹാന, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. മൻ, ആരുടെ പരിശുദ്ധിയാണ്? ഒരുത്തന്റെ. യുസബ്ബിഹു റഅദു ബിഹംദിഹി, ഇടിനാദങ്ങളെല്ലാം അല്ലാഹുവിന്റെ മഹത്വം അത് ഉൾക്കൊണ്ട് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവനെ പുകഴ്ത്തുകയാണ്, അവനെ പ്രശംസിക്കുകയാണ്. വൽ മലായികതു മിൻ ഖൈഫതിഹി, മലക്കുകൾ അവന്റെ പേടിയിലും മറ്റുമായി അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിനെ പുകഴ്ത്തുകയുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതെല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രകൃതിപരമായ എല്ലാവിധ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതിയുടെ തിരിച്ചടികളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഋതുഭേദങ്ങൾ, അതുപോലെ മഴ, കാറ്റ്, ഇടിമിന്നൽ, ഇതെല്ലാം അല്ലാഹു അനുഗ്രഹമാക്കുമാറാവട്ടെ. അല്ലാഹു അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷണമോ
നിഖമത്തോ ആക്കി മാറ്റുന്നതിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടത് നീ സ്വീകരിക്കണേ റഹ്മാൻ. മിഥില തവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ഉസ്താദുമാരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിലെല്ലാം നീ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. അടച്ചോനെ, ഇന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഈമാനിക കരുത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് വലിയ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ സദസ്സിൽ തന്നെയുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും നീ ആശ്വാസത്തിന്റെ വഴി കാണിച്ചു തരണേ അല്ലാഹ്. നമ്മളെ ടെൻഷനുകളൊക്കെ അകറ്റണേ അല്ലാഹ്. ഹമ്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.